ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ റെക്കമെൻഡേഷൻ കിട്ടിയ ഒരു മൂവിയെക്കുറിച്ചാണ്. വെൽക്കം ടു മൈ ചാനൽ വിറ്റ്നസ് ഡ്യൂഡ്. ടൈംസ് ഓഫ് ഇന്ത്യ ദൃശ്യം 2-നേക്കാൾ റേറ്റിംഗ് നൽകിയ ഒരു സിനിമ. മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി തേനീച്ചക്കൂടി VFX ഇട്ട ഒരു സിനിമ. ഡയലോഗ്സ് തെക്കോട്ടും ലിപ് മൂവ്മെൻറ്റ് വടക്കോട്ടും പോകുമ്പോൾ കിഴക്കോട്ട് നോക്കി വായും പൊളിച്ചിരുന്ന് കാണേണ്ടി വരുന്ന ഒരു സിനിമ. ഒരു മികച്ച നായകൻ മറ്റാരുമല്ല, നമ്മുടെ എല്ലാം ചങ്കും ചങ്കിടുപ്പുമായ ബിനോയ് സാർ. കഴിഞ്ഞ സിനിമയിലെ പോലെ തന്നെ ഈ സിനിമയുടെയും കഥാതിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. ഓർക്കിഡെന്ന് എഴുതിയിരിക്കുന്നത് തെറ്റായിട്ടൊക്കെ തോന്നാം, ബട്ട് നെവർ മൈൻഡ്, ഇതിനും വലുതൊക്കെ വരാനുണ്ട്. ഗാനരചനയും അദ്ദേഹം തന്നെയാണ്. ആളെയൊന്ന് ബാക്കോട്ട് സബാഷ്. നായിക സൗന്ദര്യത്തെ ശില്പമായും കായായും പൂവായും ഒക്കെ വർണ്ണിക്കുന്നവരൊക്കെ അങ്ങോട്ട് മാറിയിരിക്കും. അണ്ണൻ സ്ട്രൈറ്റ് ടു ദ പോയിന്റാണ്. കഥ, തിരക്കഥ, സംഗീതം, സംവിധാനം ഇവയിലെല്ലാം കഴിവ് തെളിയിച്ച നമ്മുടെ അണ്ണൻ പുതിയൊരു മേഖലയിലേക്ക് ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ് ഈ സിനിമയിലൂടെ. എഡിറ്റിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ വലിയ ശല്യമല്ലോ. ഇവയൊന്നുമല്ല, കോസ്റ്റ്യൂം ഡിസൈനിങ്. സിനിമയുടെ പേരിനോട് അത്യന്തം നീതി പുലർത്തിയ കോസ്റ്റ്യൂംസാണ് നായകന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. Churidar materials from the house of MCR. അത്തപ്പൂക്കളം നൈറ്റി, അത്തപ്പൂക്കളം ചുരിദാർ, നോർമൽ ചുരിദാർ, ഫ്രോക്ക്. എൻ്റെ ഫേവറേറ്റ് ഈ അത്തപ്പൂക്കളം നൈറ്റിയാണ്. അതാകുമ്പോൾ കുറച്ച് കാറ്റ് കിട്ടും. സിനിമ ആരംഭിക്കുന്നത് തന്നെ ഒരു താടിക്കാരൻ അപ്പാപ്പൻ ഒരു ബോട്ടിൽ വെള്ളവും ബാഗിൽ വെച്ചിട്ട് കുട്ടിക്കാട്ടിൽ എന്തോ തപ്പി നടക്കുവാണ്. ഫൈനലി കണ്ടുപിടിച്ചു. കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് ഒരു ബോട്ടിൽ കൊണ്ടെടുത്തപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ എക്സ്പ്രഷൻ ഇതേപോലായിരുന്നു. അങ്ങനെ ഈ ഓർക്കിഡ് പൂക്കളാണ് ഈ സിനിമയുടെ കഥ പറയുന്നത്. കാട്ടിലെ രാജാവ് പരമശിവത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ വിഷ്ണുവിൻ്റെയും കഥയാണ് ഈ സിനിമയുടെ തീം. നമ്മുടെ പരമശിവ അറിയാതെ തഹസീൽദാരും കുറച്ച് വില്ലന്മാരും കൂടി കാട്ടിലെ മരങ്ങളൊക്കെ വെട്ടി വിൽക്കാനുള്ള പ്ലാനാണ്. ഇതിന് കാട്ടുമൂപ്പൻ മാത്രം വഴങ്ങുന്നില്ല. അയ്യാ, സബ് കളക്ടറും വഴങ്ങി, ചെമ്പയ്യനും വഴങ്ങി, പക്ഷേ ആ മുതുമുഖം മാത്രം വഴങ്ങുന്നില്ല. എത്ര വഴുവഴുപ്പുള്ളതും വഴക്കുന്നവനാണ് ഈ ചെമ്പയ്യൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്ത് തേങ്ങയാണ് ഈ ലൂബ്രിക്കേറ്റഡ് മാൻ. ഷേടേ, സബ് ടൈറ്റിലും അയാളാണെന്ന് തോന്നുന്നു ചെയ്തത്. അങ്ങനെ ഒട്ടും ലൂബ്രിക്കേറ്റ് ആവാതെ നമ്മുടെ കാട്ടുമൂപ്പനെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നതിനായി നമ്മുടെ വില്ലൻ ചെമ്പയ്യ ഒരു കുപ്പി നല്ലെണ്ണയിട്ട് വരുന്നു. നല്ലെണ്ണയല്ല, ഏതോ വാട്ടർ റമ്മാണെന്ന് തോന്നുന്നു. അങ്ങനെ ഈ റമ്മിനകത്ത് വിഷം ചേർത്ത് മൂപ്പനെ കൊല്ലുന്നു. ഇതറിഞ്ഞ് നമ്മുടെ നായകൻ ചങ്ക് തകർന്ന് എത്തുവാണ്. ഇത്രയും സെൻറ്റി സീൻ ഇത്ര കഷ്ടപ്പെട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സൈഡിൽ കിടന്ന് ഉറങ്ങുന്നത് എന്തൊരു ദ്രാവിഡാണ്. അങ്ങനെ നമ്മുടെ നായകൻ പ്രതികാരം ചെയ്യാനായിട്ട് പോവുകയാണ്. തഹസീൽദാരെയാണ് ആദ്യം കണ്ടെത്തുന്നത്. തഹസീൽദാർ വരുന്നത് 3 രൂപയുടെ സ്കെച്ച് പെൻ വെച്ച് സബ് കളക്ടർ എന്നെഴുതിയ ജീപ്പിലാണ്. അങ്ങനെ പ്രതികാരം ചെയ്ത ശേഷം നായകൻ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് അവിടെ സുഖമില്ലാതെ കിടക്കുവാണ്. ഇത്തരം വികാര നിർഭരമായ നാച്ചുറൽ ആക്ടിംഗ് ആണ് ഈ സിനിമയുടെ പ്രത്യേകത. എന്റെ പാറുനി പ്രസവവേദന തുടങ്ങിയിട്ട് 4 തേതോ എന്നാണ് എന്നെ ചെയ്യും മകനെ. അപ്പോ അപ്പൻ ഇന്ത മാതിരി சொல்லாதே, കാടിക്ക് മൂപ്പൻ. നായകനെ അറസ്റ്റ് ചെയ്യുന്നതിനായി സ്ഥലത്തെ SI വരുവാണ്. കണ്ണപ്പൻ SI. ഞാൻ കണ്ണപ്പൻ SI ആണെങ്കിൽ നീ ഞാനൊരു കേൾപ്പിക്കുകയുമില്ല, നിന്റെ കുഞ്ഞ് ഞാനോട് കേൾക്കുകയുമില്ല.
പരമശിവത്തിന് പേ പിടിച്ചിരിക്കുകയാണെന്ന് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ നമ്മുടെ കണ്ണപ്പൻ എസ് ഐ പട്ടിയെ കെട്ടുന്ന ഒരു ചെയിനുമായിട്ടാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ദീർഘവീക്ഷണത്തിന് അങ്ങനെ നമ്മുടെ രാജാവ് പരമശിവത്തിനെ കണ്ണപ്പൻ എസ് ഐ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. രാജാവിനെ പോലീസ് പിടിച്ച കണ്ടിട്ട് ഈ ചേച്ചിമാർക്ക് ചിരി അങ്ങോട്ട് നിർത്താൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഡയറക്ടർ ബ്രില്യൻസ് ആയിരിക്കും. അങ്ങനെ പോകുന്ന വഴിയിൽ വെച്ച് നമ്മുടെ പരമശിവം കണ്ണപ്പൻ എസ് ഐയെ ഒരു ചുള്ളിക്കമ്പ് കൊണ്ട് കുത്തിക്കൊല്ലുന്നു. അങ്ങനെ കുറച്ച് അടി പിടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ രാജാവ് തൻ്റെ വൈഫിൻ്റെ ഡെഡ് ബോഡിയും കൊണ്ട് തറയിൽ കിടന്ന് ഉരുളുവാണ്. അങ്ങനെ നമ്മുടെ രാജാവ് പരമശിവം പടമായി. രാജാവായിരുന്നെങ്കിലും പാർട്ട് ടൈം ആയിട്ട് PWDയുടെ ടാർ പണിക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന മനുഷ്യനായിരുന്നു. ഇപ്പോൾ നമ്മുടെ ചെമ്പയ്യ കാട് മൊത്തം അടക്കി ഭരിക്കുവാണ്. കാട്ടിലെ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം ഉപദ്രവിക്കുന്നു, കഞ്ചാവ് വിൽപ്പന നടത്തുന്നു. തടിയിൽ പെയിൻ്റ് അടിച്ച വടിവാളൊക്കെ ഉണ്ടല്ലോ. ഇത്തരം മാരകായുധങ്ങളുള്ള ഒരു സംഘം തന്നെ ചെമ്പയ്യൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. ഇനിയാണ് നമ്മുടെ രാജാവിൻ്റെ മകൻ വിഷ്ണുവിൻ്റെ എൻട്രി. പുള്ളിക്കാരൻ നാട് വിട്ട് പോയതാണെന്ന് തോന്നുന്നു. IAS എടുത്ത് ഒരു കളക്ടറായിട്ടാണ് തിരിച്ചു വരുന്നത്. വിഷ്ണു അയ്യനെ രാജാവാക്കണമെന്ന് നാട്ടുകാരെല്ലാം പറയുന്നു. ഒടുവിൽ നമ്മുടെ മൂപ്പൻ അതിന് അനുവാദം നൽകുന്നു. എന്റെ പരമശിവം കനവിൽ വന്ന് പറഞ്ഞ് വിഷ്ണു രാജാവാകട്ടെ എന്ന്. വിഷ്ണു അയ്യൻ വരുമ്പോൾ തന്നെ നാട്ടുകാരെല്ലാം ചെമ്പയ്യൻ്റെ കഞ്ചാവ് കൃഷിയെക്കുറിച്ചും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതിനെക്കുറിച്ചും എല്ലാം പറയുന്നു. ഇത് കേൾക്കുന്ന നമ്മുടെ വിഷ്ണു അയ്യ കട്ട കലിപ്പായി വീട്ടിൽ പോയി 2 ഉണ്ടംപുരി എടുത്ത് തിന്നുന്നു. ചെമ്പയ്യ വീണ്ടും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു. ഇത്തവണ കലിപ്പ് മാറ്റാൻ ഉണ്ടംപുരിയൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മുടെ വിഷ്ണു അയ്യ നേരെ ചെമ്പയ്യയുടെ അടുത്ത് 2 പഞ്ച് ഡയലോഗ് അടിക്കും. ചെമ്പയ്യയും കൂട്ടുകാരും കൂടി വിഷ്ണുവിനെ പഞ്ഞിക്കിട്ട് പാഴ്സലായി തിരിച്ചയക്കുന്നു. നോക്ക് നോക്ക്, മുറ്റത്തൊരു പാഴ്സൽ. സുമേഷ് തുറന്നു നോക്കി. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. കാവടി കളിച്ചു പോയ ആളാ ട്രാജഡി ആയിട്ട് കിടക്കണ കണ്ടില്ലേ? 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പൂർവാധിക ശക്തിയോടുകൂടി നമ്മുടെ വിഷ്ണു അയ്യ തിരിച്ചു വരുവാണ് ഒരു പുതിയ ഗെറ്റപ്പിൽ. നമ്മുടെ വിഷ്ണു അയ്യ ചെമ്പയ്യൻ്റെ ശിങ്കിടി വാഴകളെയെല്ലാം ഇടിച്ച് നിലംപരിശാക്കുന്നു. കഞ്ചാവ് വിൽപ്പന നടത്തുന്നവരെ പിടിക്കുന്നതിനായി വിഷ്ണു അയ്യ കാട്ടിൽ വല വീശുന്നു. ഇതുകൊണ്ടൊന്നും ചെമ്പയ്യ അടങ്ങുന്നില്ല. കഞ്ചാവ് വിൽപ്പന വീണ്ടും തുടരുന്നു. ഇത്തവണ വിഷ്ണു അയ്യയുടെ കലിപ്പ് മോഡ് ശരിക്കും ഓണാവുന്നു. ഒരു സംഘടനത്തിലൂടെ കഞ്ചാവ് വിൽപ്പനക്കാരെ മുഴുവൻ പിടിച്ച് പോലീസിലേൽപ്പിക്കും. ഈ ഗ്യാപ്പിൽ ചെമ്പയ്യ നമ്മുടെ വിഷ്ണു അയ്യയുടെ ഗേൾഫ്രണ്ടിനെ മൊളസ്റ്റ് ചെയ്ത് കൊന്ന് കൊക്കയിലെറിയും. ഇതറിയുന്ന നമ്മുടെ വിഷ്ണു അയ്യ വീണ്ടും തകർന്നു പോകുന്നു. വിഷ്ണു അയ്യയുടെ കലിപ്പ് മോഡ് ഡബിൾ ആകും. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ അണ്ണൻ്റെ എഡിറ്റിംഗ് സ്കിൽസാണ്. മാപ്പു നൽകു മഹാമതേ, മാപ്പു നൽകു. വിഷ്ണു അയ്യ ചെമ്പയ്യയും കൂട്ടരെ എല്ലാം തല്ലിക്കൊന്നിട്ട് ഒരു ചുരിദാറൊക്കെ ഇട്ട് സ്ലോ മോഷനിൽ നടന്നു വരുന്നു. ഗൈസ്,
നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും വലിയ അബദ്ധങ്ങളൊക്കെ പറ്റുന്നതിന് മുമ്പ് ദൈവം ചില സൂചനകളൊക്കെ തരും. അത് കണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 3G ആയി പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ഓർ നെഗറ്റീവ് കമൻറ്റ് ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക.